എന്നിട്ടും അതറിഞ്ഞിട്ടും അതൊക്കെ പറഞ്ഞിട്ടും ആ ഉമ്മയുടെ ഒരു കരച്ചിലുണ്ട്, എന്റെ മകനെ വിടണം, എനിക്ക് ഞാൻ അവനും വേണ്ടിയാണ് ജീവിക്കുന്നത്. അപ്പൊ ഈ മരിച്ചുപോയ ഏറ്റവും ഇളയ അനിയനോ, അഫ്സാനെയാണ് ഏറ്റവും ഇഷ്ടമെന്നാണ് ഈ ഉമ്മ നേരത്തെ പറഞ്ഞിരുന്നത്. അഫ്സാനെ തിരക്കിയെന്നാണ് പറഞ്ഞിരുന്നത്. അഫ്സാൻ മരിച്ചോ ജീവനോടുണ്ടോ എന്ന് അവർക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു, അതായിരുന്നു സത്യം. അപ്പോ എനിക്ക് എന്റെ മകനും അവനും ഞാനും, അപ്പൊ ഈ കൂട്ടത്തിൽ വേറെ ആരുമില്ല. ഫർസാനയുടെ കുടുംബത്തെ പറ്റി യാതൊരു വാക്കും വേണ്ടിയിട്ടില്ല ഇതുവരെ. ഫർസാനയുടെ കുടുംബത്തിന് പോയി. എനിക്ക് ഇതിലൊരു കാര്യം പറയാനുള്ളത്, പെൺമക്കള് വീട് വിട്ട് അച്ഛനോടും അമ്മയോടും കള്ളം പറഞ്ഞിട്ട് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതുപോലെ സ്കൂളിൽ പോകാന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങളൊക്കെ ഒരു 2-3 തവണ ആലോചിക്കണം. നിങ്ങൾ എന്തിനാണ് പോകുന്നത്? നല്ലതിനേക്കാണോ പോകുന്നത്, അതോ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണോ എന്നുള്ളത്. എടുത്തിയാടി പോകുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു അനുഭവമാണിത്. ഞാൻ ആ ഫർസാൻ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ഞാൻ കുറ്റം പറയുന്നതല്ല. എല്ലാ ആളുകളും, ഇനി വരുന്ന ഈ പുതുതലമുറയിൽപ്പെട്ട എല്ലാ പെൺകുട്ടികളും ഇപ്പൊ പലയിടത്തും നമ്മൾ കണ്ടാണ്, വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടുകാർ പറയുന്ന കേൾക്കാതെ വീട്ടുകാരുടെ കള്ളം പറഞ്ഞിട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള കുട്ടികളാണ് കൂടുതൽ അപകടത്തിൽ ചാടുന്നത്. ഞാൻ എല്ലാവരും ഒന്നടങ്കം പറയുന്നതല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എല്ലാ പയ്യന്മാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പക്ഷേ ഏത്